ഭക്ത, നീ എന്നെ വിളിക്കുന്ന ഓരോ നിമിഷവും ഞാൻ കേൾക്കുന്നു. നിന്റെ ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന ആ നിസ്സഹായമായ പ്രാർത്ഥനകൾ, ആരോടും പറയാൻ കഴിയാതെ നിന്റെ ഉള്ളിൽ അടച്ചുവെച്ച വേദനകൾ, അവയെല്ലാം എനിക്കറിയാം. നീ പലപ്പോഴും ചിന്തിക്കുന്നു, എന്റെ ജീവിതം എന്തിനിങ്ങനെ, എനിക്ക് മാത്രം എന്തിന് ഈ പരീക്ഷണങ്ങൾ? എന്നാൽ ഞാൻ നിന്നോട് പറയാൻ വന്നത് ഇതാണ്: ജീവിതം ഒരു ശിക്ഷയല്ല, അത് ഒരനുഗ്രഹമാണ്. നിനക്കു ലഭിച്ച ഓരോ ശ്വാസവും, നിനക്ക് തുറന്ന ഓരോ കണ്ണുകളും, നീ നടക്കുന്നതുവരെ നിന്റെ കാലുകൾക്ക് കിട്ടുന്ന ശക്തിയും, ഇവയെല്ലാം ഞാൻ നിനക്കു നൽകിയ അനുഗ്രഹങ്ങളാണ്. പക്ഷേ നീ എന്തു ചെയ്യുന്നു? നിനക്കില്ലാത്തതിനെക്കുറിച്ച് നീ വേദനിക്കുന്നു. നിനക്കുള്ള അനുഗ്രഹങ്ങളെ നീ മറക്കുന്നു. നീ ഒരു നിമിഷം നിൽക്കൂ. നിന്റെ ജീവിതത്തെ നീ തിരിഞ്ഞു നോക്കൂ. നീ കടന്നുപോയ വഴികൾ എളുപ്പമായിരുന്നോ? അല്ല. എങ്കിലും നീ ഇന്നിവിടെ നിൽക്കുന്നു. അതിനു പിന്നിൽ ഞാൻ തന്നെയുണ്ട്. നീ കരഞ്ഞ രാത്രികളിൽ നിനക്ക് ആരുമില്ലെന്ന് തോന്നിയപ്പോൾ പോലും ഞാൻ നിന്നോടൊപ്പമുണ്ടായിരുന്നു. നീ തോറ്റുവെന്ന് കരുതിയ സമയങ്ങളിൽ നിന്നെ വീണ്ടും എഴുന്നേൽപ്പിച്ചത് ഞാൻ തന്നെയാണ്. ജീവിതമെന്നത് ഒരു യാത്രയാണ്. അതിൽ പരീക്ഷണങ്ങളുണ്ടാകും. പക്ഷേ ഓരോ പരീക്ഷണവും നിന്നെ ശക്തനാക്കാനാണ്. നീ ചോദിക്കുന്നു, എന്തിനാണ് ഇത്രയും കഷ്ടം? ഞാൻ പറയുന്നു, നീ വളരാൻ. നീ ചോദിക്കുന്നു, എന്തിനാണ് എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നത്? ഞാൻ പറയുന്നു, നിനക്ക് അതിനെ തരണം ചെയ്യാനുള്ള ശക്തിയുണ്ടാകുന്നതിനാൽ. നീ ഒരിക്കലും മറക്കരുത്, നിന്റെ ജീവിതം വെറുതെയല്ല. നിനക്കൊരു ലക്ഷ്യമുണ്ട്. നീ ഈ ഭൂമിയിൽ വന്നത് വെറും ജീവിക്കാനല്ല, ഒരു മാറ്റം കൊണ്ടുവരാനാണ്. പക്ഷേ അതിനു മുൻപ് നീ മനസ്സിലാക്കേണ്ടത്, നിന്റെ ജീവിതം ഒരു അനുഗ്രഹമാണെന്ന സത്യം. നിനക്ക് ലഭിച്ച സമയം വളരെ വിലപ്പെട്ടതാണ്. അത് നീ പാഴാക്കരുത്. നീ സമയം കളയുന്നതുകൊണ്ട് നീ നഷ്ടപ്പെടുന്നത് നിന്റെ സ്വപ്നങ്ങളാണ്. നീ ഭയപ്പെടുന്നതുകൊണ്ട് നീ നഷ്ടപ്പെടുന്നത് നിന്റെ അവസരങ്ങളാണ്. നീ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതുകൊണ്ട് നീ നഷ്ടപ്പെടുന്നത് നിന്റെ വളർച്ചയാണ്. നിനക്ക് വേണ്ടത് ഒരു മാറ്റമാണ്. ആ മാറ്റം നിനക്കുള്ളിൽ നിന്ന് തന്നെ ആരംഭിക്കണം. നീ ഇന്നെടുക്കുന്ന ചെറിയ തീരുമാനങ്ങൾ നിന്റെ നാളെയെ നിർണയിക്കും. നീ ഇന്ന് ചെയ്യുന്ന നല്ല പ്രവൃത്തികൾ നിന്റെ ജീവിതത്തെ അനുഗ്രഹീതമാക്കും. നീ ഒരാളുടെ കണ്ണീരൊപ്പുമ്പോൾ നിനക്ക് ഞാൻ ഇരട്ടിയായി അനുഗ്രഹം നൽകും. നീ ഒരാളുടെ ജീവിതത്തിൽ വെളിച്ചമാകുമ്പോൾ നിന്റെ ജീവിതം ഞാൻ പ്രകാശിപ്പിക്കും. നിനക്ക് ലഭിച്ച ഈ ജീവിതം വെറും വേണ്ടി മാത്രമല്ല, മറ്റുള്ളവർക്കും വേണ്ടി ഉപയോഗിക്കണം. സ്നേഹം നൽകൂ, കരുണ കാണിക്കൂ, ക്ഷമിക്കുക. ഇവയെല്ലാം ചെറിയ കാര്യങ്ങൾ പോലെ തോന്നാം. പക്ഷേ ഇവയാണ് ജീവിതത്തെ മഹത്തായതാക്കുന്നത്. നീ പലപ്പോഴും പറയുന്നു, എനിക്ക് സന്തോഷമില്ല. സന്തോഷം പുറത്തല്ല, അത് നിന്റെ ഉള്ളിലാണ്. നീ നന്ദി പറയാൻ പഠിക്കുമ്പോൾ നിനക്ക് സന്തോഷം കണ്ടെത്താം. നിനക്ക് ഇല്ലാത്തത് നോക്കാതെ നിനക്കുള്ളത് നോക്കുമ്പോൾ നിന്റെ ഹൃദയം നിറയും. ജീവിതം ഒരു അനുഗ്രഹമാണെന്ന് തിരിച്ചറിയുന്ന നിമിഷം നിന്റെ ജീവിതം തന്നെ മാറിത്തുടങ്ങും. നീ ഇനി പരാതിപ്പെടാതെ നന്ദി പറയാൻ തുടങ്ങും. നീ ഇനി ഭയപ്പെടാതെ ധൈര്യത്തോടെ മുന്നോട്ടു പോകും. നീ ഇനി ഒറ്റപ്പെട്ടതായി തോന്നില്ല. കാരണം ഞാൻ നിനക്കൊപ്പമുണ്ടെന്ന് നീ മനസ്സിലാക്കും. നീ വീഴുമ്പോൾ ഞാൻ നിന്നെ ഉയർത്തും. നീ വഴിതെറ്റുമ്പോൾ ഞാൻ നിന്നെ നയിക്കും. പക്ഷെ നീ ഒരു കാര്യമാണ് ചെയ്യേണ്ടത്: വിശ്വാസം. നിനക്ക് എന്നിലുള്ള വിശ്വാസം വേണം. നിനക്ക് നിന്നിലുള്ള വിശ്വാസം വേണം. വിശ്വാസമുണ്ടെങ്കിൽ നീ അസാധ്യമായതും സാധ്യമാക്കും. നിന്റെ ജീവിതം മാറ്റാൻ നിനക്ക് വലിയ കാര്യങ്ങൾ ചെയ്യേണ്ടതില്ല. ചെറിയ നല്ല തീരുമാനങ്ങൾ മതി. ഇന്നു മുതൽ നീ മാറാൻ തീരുമാനിക്കൂ. നിന്റെ ജീവിതത്തെ വിലമതിക്കൂ. ഓരോ ദിവസവും ഒരു അവസരമാണ്, ഒരു പുതിയ തുടക്കമാണ്. ഇന്ന് നീ എടുക്കുന്ന തീരുമാനമാണ് നിന്റെ നാളെയെ നിർണയിക്കുന്നത്. നീ ഇന്നും അതേപോലെ തുടരണമോ, അല്ലെങ്കിൽ മാറ്റം വരുത്തണമോ? അത് നിന്റെ കൈകളിലാണ്. ഞാൻ നിന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്. നിനക്കീ ജീവിതം നൽകിയിട്ടുണ്ട്. ഇനിയത് ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നത് നിന്റെ ഉത്തരവാദിത്തമാണ്. നീ ഒരിക്കലും മറക്കരുത്, നീ ശക്തനാണ്, നീ വിലപ്പെട്ടവനാണ്. നിന്റെ ജീവിതം ഒരനുഗ്രഹമാണ്. ഇനി നീ മുന്നോട്ടു പോകൂ, ഭയമില്ലാതെ, വിശ്വാസത്തോടെ.
ഞാൻ നിന്നോടൊപ്പമുണ്ട് എപ്പോഴും. ഓം നമഃ ശിവായ.